നമ്മൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ലോകത്ത് പടച്ച തമ്പുരാൻ ജിന്നുകളെയും മനുഷ്യവർഗത്തെയും പടച്ചിരിക്കുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ, സർവേശ്വരനായ തമ്പുരാന് സാഷ്ടാംഗം പ്രണമിക്കാനല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രമാണ് പടച്ചിട്ടുള്ളേ. നമ്മൾ അത് മാത്രമാണോ ചെയ്യുന്നേ? അല്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതമാണ്. ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതകരമാണ്. കാരണം എന്താ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അവൻ പറയുന്നു അൽഹംദുലില്ലാഹ്. അതിലൂടെ അവൻ പ്രതിഫലം നേടുന്നു, അതിലൂടെ അവൻ ഇബാദത്ത് ചെയ്യുന്നു. അവൻ അല്ലാഹു അസുഖം കൊടുത്തു, ബുദ്ധിമുട്ട് കൊടുത്തു, പ്രയാസങ്ങൾ കൊടുത്തു, പ്രതിസന്ധികൾ കൊടുത്തു, പരാധീനതകൾ കൊടുത്തു, പരിഭവങ്ങൾ കൊടുത്തു. ആ സമയം ഈ സഹോദരൻ അവിടെയും അൽഹംദുലില്ലാഹ്, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവിടെയും ഇയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഈ രണ്ടും അദ്കാറിന്റെ പേരിൽ മാത്രമല്ല, അല്ലാഹു നൽകുന്നത് മുഴുവനും ആസ്വദിക്കാനും അനുഭവിക്കാനും, അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ഞാൻ ഒരുക്കമാണ് എന്നറിയിക്കുന്ന മനോവീര്യമാണ് ഒരു വിശ്വാസിയുടെ. അവന്റെ കാര്യം അത്ഭുതം തന്നെ എന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് വിജയത്തിലേക്ക് എത്തുന്നതിന് പ്രധാനമായും പണ്ഡിതന്മാര് പറഞ്ഞത് വിശ്വാസത്തിന്റെ മാധുര്യം നമ്മൾ നുകർന്നിരിക്കണമെന്നാണ്. വിശ്വാസത്തിന്റെ മാധുര്യം നമ്മൾ ആസ്വദിച്ചിരിക്കണമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ ഹുന്ന ഫീഹി വജദ ഹലാവത്തിൽ ഈമാൻ. മൂന്ന് കാര്യം ആരിലുണ്ടോ, മൂന്ന് കാര്യം ഏതൊരു മനുഷ്യൻ നേടിയെടുക്കുന്നുവോ, മൂന്ന് കാര്യം ആര് പരിശ്രമത്തിലൂടെ അവൻ നേടിയെടുക്കുന്നുവോ, വജദ ഹലാവത്തിൽ ഈമാൻ, അവൻ വിശ്വാസത്തിന്റെ മാധുര്യം എത്തിച്ചു പോയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? കാനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൗതികമായ ലോകത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നമുക്ക് എല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് റബ്ബ് ജല്ല സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. ആ ഒരു പരിഗണന നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വിശുദ്ധ